യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. 2 Corinthians we have started. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ നിൽക്കുന്നു. കഴിഞ്ഞ ആഴ്ച അതിൻ്റെ 2-ാമത്തെ അധ്യായം ലാസ്റ്റ് ഭാഗങ്ങൾ പഠിച്ചാണ് നമ്മൾ നിർത്തിയത്. അവിടെ എല്ലാം നമ്മൾ വായിച്ചു. ടു ബി എ സ്വീറ്റ് സ്മെല്ലിംഗ് അരോമ ഫോർ ദ ലോർഡ്, ഒരു സൗരഭ്യവാസനയായിട്ട് നിൽക്കുവാൻ. ഇവിടെ 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ടു ഡിഫ്യൂസ് ദ ഫ്രാഗ്രൻസ് ഓഫ് ഹിസ് നോളജ് ഇൻ എവറി പ്ലേസ് ദറ്റ് ലോർഡ് മേക്സ് എ സ്റ്റാൻഡ് ഫോർ ഹിം. കർത്താവ് നമ്മളെ നിർത്തുന്നിടത്തെല്ലാം സഭയിൽ സൗരഭ്യവാസനയാക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന നമ്മുടെ എല്ലാം ഒരു ഡീസൻറ്റ് മുഖമല്ലേ? ഈ മുഖം തന്നെ ആയിരിക്കട്ടെ പുറത്തും. ആരെങ്കിലും നമ്മളോട് അനീതി ചെയ്യുമ്പോഴും നമുക്ക് 2 മുഖം വേണ്ട, ഒരു മുഖം മതി. അല്ലെങ്കിൽ ഒന്നും സ്വർഗത്തിൽ നിന്ന് പ്രാപിക്കത്തില്ല. ഇരുമനസ്സുള്ളവൻ, ഡബിൾ മൈൻഡഡ് പേഴ്സൺ വിൽ റിസീവ് നത്തിങ് ഫ്രം ദ ലോർഡ് എന്ന ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പം ഇരുമനസ്സ് വേണ്ട, ഒരു മനസ്സ്, ഒരു ഭാവം, അത് യേശുവിൻ്റെ ഭാവമായിട്ട് നമ്മളെ മാറ്റി തീർക്കുന്നതിനാൽ സ്തോത്രം. ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ചേഞ്ച് ആണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ ദിവസങ്ങൾ നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ നടക്കേണ്ടത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു 14-ാമത്തെ വാക്യത്തിൽ, നമ്മളെ നിർത്തുന്നിടത്തെല്ലാം ക്രിസ്തുവിൻ്റെ നോളേജ്. ഒരു പെർഫ്യൂം ഇവിടെ അടിക്കുന്ന ഉടനെ സ്പ്രെഡ് ആകുന്ന പോലെ ആ യേശുവിനെ പറ്റിയുള്ള ആ നോളേജ്, നമ്മൾ അനുഭവിച്ചിരിക്കുന്ന കർത്താവ്, നമ്മൾ അറിഞ്ഞ നമ്മുടെ സ്വർഗീയ പിതാവ്, ആ പിതാവിനെ പറ്റിയുള്ള അറിവ് ഒരു പെർഫ്യൂം പരത്തുന്ന പോലെ നിർത്തുന്നിടത്തെല്ലാം നമുക്കൊന്ന് ഡിഫ്യൂസ് ചെയ്യുവാൻ, പരത്തുവാൻ, സ്പ്രെഡ് ചെയ്യുവാൻ, അതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ വേഴ്സ് 17, ചാപ്റ്റർ 2 വേഴ്സ് 17, കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കും. ഞങ്ങൾ ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല. വി ആർ നോട്ട് ആഡിങ് എനിത്തിങ്. ഞങ്ങളൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല. ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് എന്തുവാ? നിർമ്മലതയോട്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ രൂപാന്തരത്തിനായി അതുപോലെ അങ്ങ് പറയുക. ഞങ്ങളൊന്നും കൂടി നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ. കാരണം 1 കൊരിന്ത്യർ നമ്മൾ പഠിച്ചു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി, നല്ലപോലെ നിന്നൊരു കൂട്ടമാണ് ഈ കൊരിന്തിൽ സഭ എങ്ങനെ ഉണ്ടായെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. നമ്മളത് ആദ്യമേ വായിച്ചത് 18-19 അധ്യായത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ പൗലോസ് അപ്പോസ്തലനും കുറച്ച് സഹോദരന്മാർ കൂടി ചേർന്ന് അവിടെ എങ്ങനെ കൊരിന്തിൽ സഭ ഉണ്ടായെന്നൊക്കെ നമ്മൾ അവിടും കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി ഒരു 10-15 വർഷം 1-ാമത്തെ ലേഖനമൊക്കെ എഴുതുമ്പോൾ ഒത്തിരി അങ്ങ് മാറിപ്പോയി. സത്യത്തിൽ നിന്ന് എന്ത് ചെയ്തു? ദേ മൂവ്ഡ് അവേ, ദേ ഡ്രിഫ്റ്റഡ് അവേ ഫ്രം ദ ട്രൂത്ത്. ഒത്തിരി പാപം, ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭ, എന്തൊക്കെ പ്രോബ്ലംസ് ആയിട്ട് എങ്ങനെയാണ് ഒരാൾ മാറിപ്പോകുന്നത്? എങ്ങനെ? സത്യവചനം പൗലോസ് പഠിപ്പിച്ചു. പൗലോസിന് ഇവിടെ കൊരിന്തിലെ പാസ്റ്റർ അല്ലല്ലോ. പൗലോസ് ഒരു അപ്പോസ്തലനല്ല. തനിക്ക് ദൈവം വേറെ റെസ്പോൺസിബിലിറ്റീസ് തന്നിട്ടുണ്ട്. അടുത്ത ദേശത്ത് സഭയാകണം. ജയിലിൽ കിടക്കുമ്പോൾ പോലും തനിക്ക് ലേഖനങ്ങൾ എഴുതണം. അവിടെ ഉള്ളവരെ അവിടെ വെച്ച് താൻ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ഒരു സഹോദരൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതേ ഉള്ളൂ, ഇല്ലേ? അപ്പം അവിടെയൊക്കെ തനിക്ക് വലിയ ശുശ്രൂഷയുണ്ട്. അപ്പോൾ താൻ അടുത്തൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു പാസ്റ്ററിനെ അല്ലെങ്കിൽ ഒരാളെ ഡെവലപ്പ് ചെയ്ത് ഒരു ഇടയനാക്കി ട്രെയിൻ ചെയ്തിട്ടാണ് താൻ പോയത്. പക്ഷേ തനിക്കും വേണ്ട പോലുള്ള ആ ഒരു സഭയെ ഒന്നിച്ച് വേറെ ദുരുപദേശം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇടയന്മാരല്ലേ പാസ്റ്റേഴ്സ് ചുമ്മാ തങ്ങിരിക്കും. എല്ലാ ആഴ്ചയും ഗസ്റ്റ് കാണും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് എവിടുന്നെങ്കിലുമൊക്കെ വരും. ഇല്ലെങ്കിൽ ഇവർ വിളിക്കും. ഉപവാസ പ്രാർത്ഥനയ്ക്കാണെങ്കിലും ഒക്കെ ഇവർ വിളിക്കും. കാര്യം ഇടയനൊന്നും പ്രാപിക്കേണ്ടാവില്ല. ഇതൊരു ശീലമായ, ഞാൻ പല പാസ്റ്റേഴ്സിനോട്, ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം ഓരോ പാസ്റ്റർമാരാണല്ലോ, അപ്പോൾ അവരോടൊക്കെ ചോദിക്കുന്നുണ്ടേ അവർക്ക് അതിനുള്ള സമയമില്ല. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇൻട്രഡക്ഷൻ മാത്രമാണ്. ഈ പാസ്റ്ററിനെ പറ്റി 2 വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ, കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങൾ, സഭയുടെ ചില വിഷയങ്ങളൊക്കെ പറഞ്ഞു അവരങ്ങിരിക്കും. പിന്നെ ഗസ്റ്റ് വരുന്നവരപ്പം ഇതിൻ്റെ അകത്ത് ഈ ആത്മീയരായ ദൈവദാസന്മാരും വരും, ദൈവം അയച്ച്. അല്ലാതെ ഈ സഭയെ കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റിക്കളയുവാൻ ഒരു കാലത്ത് നല്ലവർ നിന്നവരായിരിക്കും. പക്ഷേ പിന്നീട് അങ്ങ് ലോകസ്നേഹത്തിലേക്കും ദ്രവ്യാഗ്രഹത്തിലേക്കും പോയി കാഴ്ചപ്പാട് മാറിപ്പോകുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? ആ വ്യക്തിയെ വിട്ടുപോകും. ഇപ്പം ഞാൻ പോലും ഇന്ന് കൃപയിൽ നിൽക്കുന്നുണ്ടായിരിക്കും, നാളെ ഞാൻ ഇഫ് ഐ മൂവ് അവേ ഫ്രം ദ ട്രൂത്ത്, പരിശുദ്ധാത്മാവ് എന്നെ വിട്ടുപോകും. നിങ്ങൾ വിചാരിക്കേണ്ട. പിന്നെ എൻ്റെ അറിവിൽ പണ്ട് ഭജനമൊക്കെ കുറേ നാൾ ശുശ്രൂഷയല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് പറഞ്ഞു നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലേ പലരും ഇപ്പം ചെയ്യുന്ന ഗൂഗിൾ സെർച്ചൊക്കെ ചെയ്യുക, ദൈവദാസന്മാർ പോലും, അല്ലെ പല പുസ്തകങ്ങൾ വായിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കർത്താവിൽ നിന്ന് വെളിപ്പാടുകൾ പ്രാപിക്കുവാൻ. അപ്പോൾ ഈ കൊരിന്ത് സഭയിലും പലരും വന്നു പോയി, പല ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലയുകയും മാറിപ്പോയി. പൗലോസ് പറയുക, നിങ്ങളോട് ഞങ്ങൾ, 2-ാമത്തെ ലേഖനമാണ്. ഒന്നുകൂടെ ആദ്യത്തെ ലേഖനം ഇച്ചിരി കട്ടിയായിരുന്നു.
ഇരുപത്തായിരത്തിൻ്റെ ഒരു കറക്ഷൻ, കുടുംബജീവിതത്തിൻ്റെ കറക്ഷൻ. ആ ഒരു പാപിയായ ഒരു വ്യക്തി, അയാളൊരു ബിഗ് ഷോട്ടായിരിക്കും ചർച്ചിൽ, അയാളെ പുറത്താക്കാൻ പൗലോസ് പറഞ്ഞു. പല ഏരിയ ഓഫ് കറക്ഷൻ. ഈ പഠിച്ച നമ്മൾ തന്നെ ആകപ്പാട് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഒരു മാറ്റം, അല്ലെങ്കിൽ നീ ഇങ്ങനല്ല ഇങ്ങനെ ആകണം എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ പോലും നമുക്ക് കേൾക്കാൻ ഇച്ചിരി അവിടെയാണ് ഈ പിരിമുറുക്കം വരുന്നത്. എന്നെ ആരും പഠിപ്പിക്കേണ്ട, ഐ നോ എവറിത്തിങ്, ഐ നോ ഹൗ ടു സ്റ്റാൻഡ്, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ആരും അങ്ങനെ ഒരു റിബൽ നമ്മുടെ ജഡത്തിൽ പലപ്പോഴും ഉയരും. അവിടെ ഒക്കെ പൗലോസ് ചെയ്തു. പൗലോസ് 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ, നിങ്ങൾക്ക് ആ മാറ്റമൊക്കെ ഉണ്ടായി, ഞാനത് അറിഞ്ഞു. ഹി വാസ് ഹാപ്പി വിത്ത് ദാറ്റ്. അത് കഴിഞ്ഞ് ഈ 2-ാമത്തെ ലേഖനത്തിൽ ഈസ് ഗോയിങ് മോർ ഡീപ്പർ ഇൻ ടു ദ വേർഡ്. അപ്പോൾ ഓരോ ആത്മീയ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇവിടെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വചനം ഐ സ്പോക്ക് ടു യു ദ വേർഡ് വിത്ത് ഓൾ സിൻസിയറിറ്റി, അല്ലെങ്കിൽ സിൻസിയറായിട്ട് ആത്മാർത്ഥതയോടുകൂടി, നിങ്ങളെ കൊച്ചാക്കുവാനല്ല, നിങ്ങളുടെ കുറവുകളെ വെളിപ്പെടുത്തുന്നത് നിങ്ങളെ കുറ്റം വിധിക്കുവാനല്ല, നിങ്ങളെ ചിലർ പറഞ്ഞാൽ വചനം കൊണ്ട് കുത്തുവാനല്ല. നിങ്ങളിലൊരു മാറ്റം വന്നാൽ മാത്രമേ when the trumpet blows you will be received by the Lord. അല്ലെ, കാഹളം ഊതുമ്പോൾ കർത്താവല്ലേ സ്വീകരിക്കേണ്ടത്, പാസ്റ്റർ അല്ലല്ലോ തള്ളിവിടേണ്ടത്. അല്ലേ, കണ്ണ് നിമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് it happens in a twinkling of an eye. നമുക്ക് പിന്നെ ഒന്ന് ആരെയും കാലെ പിടിക്കാനോ ആരെങ്കിലും നിൽക്കാൻ അപ്പോൾ ഒന്ന് ക്ഷമ ചോദിക്കാനോ ഇങ്ങനെ കാർമേഘം വരുത്തൊന്നുമില്ല. കള്ളൻ അർദ്ധരാത്രി വരുന്ന പോലെ, പെട്ടെന്ന് ഒരു ഇടിമിന്നൽ വന്ന് അതിൻ്റെ പ്രവൃത്തി ചെയ്തിട്ട് പോകുന്ന പോലെ. അപ്പോൾ ആ സമയത്തും കർത്താവ് നമ്മളെ സ്വീകരിക്കണമെങ്കിൽ we have to be holy and blameless in all the areas of our life. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവിടെ പറയുന്നത്. 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. കാര്യം ഇതൊക്കെ പറയുമ്പോൾ സഭ പറയുന്നത് പൗലോസ് ഇത് പറയാൻ ആരാ? സഭയുടെ ചോദ്യം ഇതാ, കൊരിന്ത്യ സഭയുടെ ചോദ്യം ഇത് ഞങ്ങളെ പൗലോസ് ഇവിടുത്തെ ദൈവദാസനെ പോലും വിശ്വാസി കൊണ്ടുവന്ന ആരായിരിക്കും? പൗലോസ് ആയിരിക്കും. പക്ഷേ പിന്നെ ഒത്തിരി പുതിയ വിശ്വാസികൾ വന്നു. ഇപ്പോൾ 10-15-20 വർഷമായി കാണുമല്ലോ. 2-ാമത്തെ ലേഖനം എഴുതുമ്പോൾ ഒത്തിരി പുതിയ വിശ്വാസികൾ വന്നു. അപ്പോൾ ഈ കറക്ഷനൊക്കെ അങ്ങോട്ട് എഴുതുമ്പോൾ പൗലോസ് പണ്ട് ഇവിടെ വന്ന് സഭ തുടങ്ങിയെന്ന് വെച്ചാൽ അത് 10-20 വർഷം മുമ്പല്ലായിരുന്നു. ഇത് പറയാൻ പൗലോസ് ആരാ എന്ന് പറഞ്ഞതിൻ്റെ റിപ്ലൈ ആണ്. ഇത് പിന്നീടാണല്ലോ ചാപ്റ്റേഴ്സ് ആക്കിയത്, ട്രാൻസ്ലേറ്റേഴ്സ് ആണല്ലോ. ഇത് ഇറ്റ്സ് എ കണ്ടിന്യൂസ്. 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം 3:1. ഞങ്ങളെ തന്നെ ശ്ലാഘിപ്പാൻ തുടങ്ങുന്നുവോ? അല്ല, ചിലർ ചെയ്തതുപോലെ നിങ്ങൾക്ക് ശ്ലാഘിപത്രം കാണിപ്പാനാകട്ടെ, നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യം. നിങ്ങളുടെ റെക്കമെൻഡേഷൻ ലെറ്ററോ ഇൻട്രൊഡക്ഷൻ ലെറ്ററോ ഓതറൈസ് ചെയ്യുന്ന ലെറ്ററോ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ കമൻഡേഷൻ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ ആരാന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇവിടെ കൊരിന്തിൽ മാത്രമല്ല, ഓരോ ദേശത്ത് ജാതികളായിരുന്ന സ്ഥലത്ത് അന്യാരാധനായിട്ട് ആദ്യമായിട്ട് പ്രവർത്തനം തുടങ്ങിയത് എങ്ങനെയാണെന്നും ഇവിടെ ഞങ്ങൾ എഫെസോസിലൊക്കെ പറയുന്ന പോലെ പകൽ കണ്ണുനീര് ഇൻ ടിയേഴ്സ് എന്ന് എഴുതി. ആ ദേശശക്തിയോട് പോയിട്ട് ഐ ഹാഡ് എ ബീസ്ലി ഫൈറ്റ്, ഒരു മൃഗയുദ്ധം ചെയ്ത് ഇവിടെ വില കൊടുത്ത് അങ്ങോട്ട് നമ്മൾ ആക്രമിക്കുമ്പോൾ തിരിച്ചിങ്ങോട്ടും എന്തു വരും? നിങ്ങളൊരു പൂച്ചയോടാണെങ്കിൽ പോലും, ഒരു പട്ടിയോടാണെങ്കിൽ പോലും, വന്യമൃഗങ്ങളോടൊന്നും നിങ്ങൾ കളിക്കാനോ ആക്രമിക്കാനോ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ഒരു പൂച്ചയോടോ പട്ടിയോടോ പോലും നിങ്ങൾ നോക്കൊന്ന് പൂച്ചയൊന്ന് അടിച്ച് നോക്ക്, വീട്ടിൽ വളർത്തുന്ന പൂച്ചയായിരിക്കും, അതെല്ലാം ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് ആക്രമിക്കുന്നതാണ്. അങ്ങോട്ട് നമ്മൾ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ടും കിട്ടും. അപ്പോൾ ഈ ദേശശക്തിയെ ഓരോ അവിടുത്തെ അന്യാരാധനയിലുള്ള അനേക ജാതികളെ, ജെൻറ്റൈൽസിനെ വിടുവിക്കുവാൻ അവരെ കെട്ടിവെച്ചിരിക്കുന്ന പിശാചിനോട് ആരാ യുദ്ധം ചെയ്ത? പൗലോസ്. ഇതിനെല്ലാം പൗലോസിന് എന്ത് കിട്ടി? തിരിച്ചും അള്ളലും പോറലും ഒക്കെ കിട്ടി. പൗലോസിൻ്റെ ജീവനെ തൊടാൻ മാത്രം കർത്താവ് അനുവദിച്ചില്ല, പക്ഷേ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ രീതിയിലും ഒരു പ്രവർത്തനത്തിൻ്റെ ഓരോ വഴികളും അടയ്ക്കാൻ ശ്രമിക്കും. പക്ഷേ അവസാനം കർത്താവ് അവിടെയൊക്കെ വിടുതൽ കൊടുക്കുമെങ്കിലും ഇതെല്ലാം ഒരു മാനസിക ടെൻഷനല്ലേ, ഈ ഭാരമല്ലേ? ഈ ഭാരം മുഴുവൻ ചുമന്നത് ആരാ? പൗലോസ്. അപ്പം ഇവിടെ എങ്ങനെ ആ സഭയുണ്ടായെന്നും ഇവിടെ നിങ്ങളിപ്പം കർത്താവിൽ സന്തോഷിക്കുന്നു, ഇതിന് പുറകിലൊരു കഥയുണ്ട് മോനെ, അത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഈ പലരും ഇങ്ങനെ എതിർക്കുമ്പോൾ ഇത് പറയാൻ പൗലോസ് ആരാ? പൗലോസിന് വല്ല ഇതുണ്ടോ? ഓതറൈസേഷൻ ഉണ്ട്. ചില ഇന്നൊക്കെ പറയുന്ന പോലെ സഭയുടെ ഓതറൈസേഷൻ ഉണ്ടോ, ഓർഡിനേഷൻ ഉണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ കമൻഡേഷൻ ഒന്നും എനിക്ക് ആവശ്യമില്ല. നിൻ്റെ ലെറ്റർ ഓഫ് കമൻഡേഷൻ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ശ്ലാഘ്യപത്രവും നിങ്ങളുടെ ഓതറൈസ് ചെയ്യുന്ന ലെറ്ററും ഓർഡിനേഷൻ ലെറ്ററും ഒന്നും എനിക്ക് ആവശ്യമില്ല. ദൈവമാണ് എന്നെ അഭിഷേകം ചെയ്ത്. എത്ര ലെറ്റർ, ഇനി ഒരു കാർട്ടൂൺ നിറച്ച് ലെറ്റർ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലും അഭിഷേകമില്ലെങ്കിൽ, ഇഫ് യു നോട്ട് അനോയിൻറ്റഡ് ബൈ ദ ലോർഡ്, ഇഫ് ദ ലോർഡ് ഡസൻറ്റ് യൂസ് യു, യു കാൻ ഡു എനിത്തിങ്. നിങ്ങൾക്ക് സാത്താൻ്റെ മേൽ ജയം കിട്ടത്തില്ല. ദൈവമാണ് നമ്മളെ ഉപയോഗിക്കേണ്ടത്. ദൈവമാണ് യോഗ്യൻ യോഗ്യ എന്നെണ്ണി നമ്മളെ അഭിഷേകം ചെയ്യുകയും ഓരോ ശുശ്രൂഷ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് അതെനിക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വേഴ്സ് 2. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല
മനുഷ്യനും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ഇനി നിങ്ങളാണ് ഞങ്ങളുടെ പത്രം. ഇനി അടുത്ത താൻ പറയുക, അവരുടെ പ്രസൻറ്റേഷനൊക്കെ ഭയങ്കരമാണ്, ഒരു പ്രത്യേക ജ്ഞാനത്തിലാണല്ലോ. ഇനി നിങ്ങൾക്ക് ഇവർക്ക് ഓതറൈസേഷൻ ലെറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ മറുപടിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൻ്റെ മറുപടിയായി ലേഖനത്തിൽ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ചിന്തിച്ച് കഴിഞ്ഞത് എന്തുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചിന്തിക്കും. അപ്പം ഞങ്ങളുടെ പത്രം ഏതാ, ഓതറൈസേഷൻ ലെറ്റർ ഏതാ? നിങ്ങളാണ് ഞങ്ങളുടെ പ്രോഡക്ട്സും ബൈ പ്രോഡക്ട്സും. പിന്നെ ഞങ്ങൾ ആദ്യം വിശ്വാസി കൊണ്ടുവന്നവരാലാണല്ലോ പിന്നീട് വന്ന പുതിയ ആൾക്കാർ വിശ്വാസി വന്ന്. അപ്പം പ്രോഡക്ട്സും ബൈ പ്രോഡക്ട്സും ഒക്കെ നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് ഞങ്ങൾ ഒരു കാലത്ത് നല്ല കർത്താവിന് വേണ്ടി സത്യത്തോടുകൂടി ജെനുവിനായിട്ട് നിന്നതുകൊണ്ടാ എന്ന് പറഞ്ഞാണ് താൻ. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപലകയിൽ തന്നെ. ഇനി അടുത്താണ് താൻ ഒരു ഡെപ്തിലേക്ക് പോവുക, ഒരു ആഴത്തിലേക്ക് പോവുക, ഒരു മിസ്റ്ററിയിലേക്ക് പോവുക. ഇവിടെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ഈ എഴുതിയതൊന്നും കൽപ്പലക. താൻ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് പഴയ നിയമവുമായിട്ട്. കാര്യം ഇവരെ ഈ തെറ്റിച്ച് കളഞ്ഞത് മുഴുവനും ഏത് പ്രമാണമാണ്? ഇവരെ നമുക്കറിയാവോ, ദൈവസഭകൾ ക്ഷീണിച്ചു പോകുമ്പോൾ പുതിയ നിയമം മാത്രമേ പഠിക്കാവൂ, ശുശ്രൂഷിക്കാവുന്നൊന്നുമല്ല. നമ്മളും പഴയ നിയമത്തിലും പ്രവചന ഭാഗങ്ങളും ബലപ്പെടുത്തുന്ന ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് പഴയ നിയമത്തിലുണ്ട്. പക്ഷേ റോമാലേഖനം പഠിച്ചപ്പോൾ നമ്മൾ എത്ര വ്യക്തമായിട്ട് പഠിച്ചതാ, ഒരു പഴയ നിയമം ന്യായപ്രമാണം പഠിപ്പിച്ചോ ശുശ്രൂഷോ ഒന്നും നോ വൺ വിൽ ബി ജസ്റ്റിഫൈഡ്. പഴയ നിയമം കൊണ്ട് ആരും നീതീകരണം പ്രാപിക്കുന്നില്ല എന്ന് റോമാലേഖനത്തിൽ നമ്മൾ വളരെ വ്യക്തം. അതുകൊണ്ടാണ് കർത്താവ് പഴയ നിയമത്തെ മാറ്റി നള്ളിഫൈ ചെയ്തു എന്നൊക്കെയാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. എന്നിട്ടാണ് കർത്താവ് ഒരു പുതിയ പ്രമാണം കർത്താവ് നമുക്ക് തന്നാൽ. അതുകൊണ്ട് നമ്മൾക്ക് രക്ഷിക്കപ്പെടുവാനുള്ള പ്രമാണം ഏതാ? പുതിയ നിയമമാണ്. നമ്മൾ കർത്താവിൻ്റെ ശരീരത്തോട് ചേരുവാനുള്ള സ്നാനത്തിൻ്റെ പ്രമാണം ഏതാ? പുതിയ നിയമം. നമ്മുടെ പ്രാർത്ഥന പഴയ നിയമം പോലല്ലല്ലോ. ഏതാ നമ്മുടെ പ്രാർത്ഥന? എങ്ങനെയാ? കർത്താവ് പുതിയ നിയമത്തിൽ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നമ്മൾ മുറി അടച്ചിട്ട് കർത്താവിനോട് പോയി നമ്മൾ സംസാരിക്കുക. പഴയ നിയമത്തിലെ ഭക്തർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. നമ്മുടെ ആരാധന, നമ്മുടെ അഭിഷേകം, നമ്മുടെ ശുശ്രൂഷകൾ. ഞാൻ ലേവ്യ ഗോത്രമല്ല. നിങ്ങൾ ആരെങ്കിലും ലേവ്യ ഗോത്രം ഇരിക്കുന്നവരുണ്ടോ? ഇല്ല. നമുക്ക് ആർക്കും ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പഴയ നിയമം അനുസരിച്ച്. പക്ഷേ ഇന്ന് നമുക്കൊക്കെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ കാരണം എന്നാ? യോവേൽ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞ പോലെ അന്ത്യകാലത്തിൽ ഞാൻ സകല ജഡത്തിൻ്റെ മേലും ഐ pour out my spirit upon all flesh. അങ്ങനെയാണ് നമ്മളെയൊക്കെ കർത്താവ് അഭിഷേകം ചെയ്ത് ലേവ്യരായിട്ടും ശുശ്രൂഷകരായിട്ടും കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്തെ പെന്തിക്കോസ്ത് സഭകളും ക്ഷീണിച്ചു പോകുമ്പോൾ പറയുന്നത്, എബ്രഹാമിന് എത്ര ആടുണ്ടായിരുന്നെന്നറിയാവോ? മോശെ ഏത് സ്ഥാനത്ത് ഏത് കൊട്ടാരത്തിലാണ് ജനിച്ചതെന്നറിയാവോ? പറഞ്ഞു വന്നപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ച് വർഷം മുമ്പാണ് ഒരു ദേവദാസൻ, ഞാനിവിടെ സദസ്സിൽ ഇരിപ്പുണ്ട്, താനങ്ങ് ശുശ്രൂഷിക്കുക. അപ്പൻ്റെ കൂടെ നിന്നിട്ട് യോസേഫിന് എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. പല വർണ്ണ കളറിലുള്ളൊരു തുണി കിട്ടി, ഒരു ഉടുപ്പ് കിട്ടി. പക്ഷേ താൻ ജാതീയനായ ഫറോവിനോട് നിന്നപ്പോഴോ തനിക്ക് എന്ത് കിട്ടി? തനിക്ക് ഉന്നതമായ ഈ എറണാകുളം പട്ടണത്തിലെ ഒരു വലിയ സഭയിലെ ഒരു പാസ്റ്റർ ശുശ്രൂഷ എന്നെ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിളിച്ചത്. ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ട് പോയതാ, പിന്നീട് ഞാൻ പോയിട്ടില്ല. അന്ന് ഞാൻ പകുതിക്ക് വെച്ച് വാക്കൗട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഞാൻ ചെയ്തില്ല. മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ പോയത്. പിന്നെ ആ ഏരിയയിലോട്ട് ഞാൻ പോയിട്ടില്ല. പറഞ്ഞ് പോയി എവിടാ പോയത്? പിതാവിൻ്റെ കൂടെ നിന്നപ്പോൾ ഒന്നും കിട്ടിയില്ലെന്ന്. അപ്പോൾ ഇവരെല്ലാം കർത്താവിനെ സേവിക്കുന്നത് എന്തിനാ? വെല്ലോം കിട്ടാനാ. അതില്ലേ ഈ ആൾക്കാർ ക്ഷീണിക്കുമ്പോൾ പോകുന്നതിൻ്റെ വാലല്ല തലയാക്കും തൊട്ട് പോകുന്നത് എവിടുന്ന? പുതിയ നിയമത്തിൽ നിന്ന് മുഴുവൻ പൗലോസിൻ്റെയും പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ഒക്കെ ലേഖനങ്ങളാണ്. യേശു കർത്താവാട്ടെ ഒന്നും ലോകത്തിൽ നേടുമെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ ശരീരം ക്ഷീണിച്ചു പോയാലും വേണ്ടില്ല, എൻ്റെ ആത്മാവ്, എൻ്റെ അഹത്തെ മനുഷ്യൻ നാൾക്ക് നാൾ രൂപാന്തരം പ്രാപിക്കും. കൊലോസ്യ ലേഖനത്തിലൊക്കെ എഴുതിയിരിക്കുന്നത് എന്തുവാ? സെറ്റ് യുവർ ഐസ് ഓൺ ദ തിങ്സ് അബവ്. നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ തിയോളജിയൻസിനുള്ളൊരു പ്രോബ്ലമാണ്. എന്തെങ്കിലും ഒരു കാര്യം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉടനെ നമ്മൾ എന്ത് പറയുമെന്നറിയാം? അത് ആ കാലഘട്ടത്തിൽ വെച്ച് എഴുതി, അത് ആ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയത്. കാരണം വേറെ ഒന്നുമല്ല, എനിക്കിത് സ്വീകരിക്കാൻ പറ്റുന്നില്ല, എനിക്കിത് ഇപ്പോൾ അത്ര പ്രാക്ടിക്കൽ അല്ല എൻ്റെ ജീവിതത്തിൽ ഈ തീരുമാനം എടുക്കാൻ. ഉടനെ നമ്മൾ പറയും ഇത് ആ കാലഘട്ടത്തിന് വേണ്ടി എഴുതിയതാണ്. അതുകൊണ്ട് കൊലോസ്യ ലേഖനത്തിൽ 3-ാം അധ്യായം 1-ഉം 2-ഉം നിങ്ങൾക്ക് അറിയാവുന്നതോടെ എനിക്ക് പറഞ്ഞു പോവാം. 2-ാമത്തെ വാക്യത്തിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുക, ഭൂമിയിലെ അല്ല, what you should seek is the things above. അപ്പം ഹല്ലേലൂയ, സ്വർഗത്തിലേത് അന്വേഷിക്കുക. സെറ്റ് യുവർ ഐസ്, ഫോക്കസ് ചെയ്യാൻ. ഇതിങ്ങനെ അങ്ങ് ക്യാമറ ഫോക്കസ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചിരിക്കുന്ന പോലെ, സ്പീക്കേഴ്സ് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, ലൈറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും? നമ്മളൊരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യും. നമ്മുടെ കണ്ണുകൾ എങ്ങോട്ട് ഫോക്കസ് ചെയ്യാനാ? നമുക്കേതാ? മുഴുവൻ ഈ ലോകത്തിൻ്റെ വിഷയങ്ങളെ കർത്താവ് പറയുന്നത് എവിടെ ഫോക്കസ് ചെയ്യാനാ? ഉയരത്തിലേക്ക് ഫോക്കസ് ചെയ്യുവാൻ. അപ്പം പൗലോസ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പൗലോസ് പറയുക, നിങ്ങൾ പഴയ നിയമത്തിലെ പ്രമാണം അത് കൽപ്പലകയിൽ
കൊത്തി എഴുതിയിരിക്കുക. അതിന് നശിച്ചു പോകാം. പഴയ നിയമത്തിലെ പല പ്രമാണങ്ങളും എഴുതിയ പ്രമാണങ്ങളല്ല, നിങ്ങളെ തെറ്റിക്കുന്ന പല കാര്യത്തിലും അവർ ഇതൊക്കെ എടുത്തിട്ടാണ് അവർ മാറിപ്പോകുന്ന സത്യവചനത്തിൽ നിന്ന്. അത് മഷി കൊണ്ട്, ഇറ്റ്സ് റിട്ടൺ വിത്ത് ഇങ്ക് ഓൺ സ്ക്രോൾസ്, ചുരുളുകൾ മഷി കൊണ്ട് എഴുതിയിരിക്കുക. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞ പ്രമാണം, അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച പ്രമാണം, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണം. അത് ഹല്ലേലൂയ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇറ്റ്സ് റിട്ടൺ നോട്ട് ഓൺ ടാബ്ലറ്റ്സ് ബട്ട് ഓൺ ദ ഫ്ലഷി ഹല്ലേലൂയ വാൾസ് ഓഫ് യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകളായി എഴുതിയിരിക്കുന്ന, മാംസത്തിലായി എഴുതിയിരിക്കുന്ന ഈ ടാറ്റു ഒക്കെ ചെയ്യുന്ന പോലെ അത് പിന്നെ എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. ആ വചനം അവിടെ കൊത്തി എഴുതിയിരിക്കുക ഹൃദയത്തിൻ്റെ മാംസപ്പലകൾ. 4-ാമത്തെ വാക്യം, ഈ ഉറപ്പ്, ഈ മാംസപ്പലകൾ എഴുതിയിരിക്കുന്ന വചനം അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. 5-ാമത്തെ വാക്യം, ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വലുത് സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹം. പക്ഷെങ്കിൽ വേർഡ് ഓഫ് കറക്ഷൻ വരുമ്പോൾ അത് ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും നമ്മളെ തന്നെ കറക്റ്റ് ചെയ്താലേ പറ്റും. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ എനിക്ക് ഇതൊരു കൗൺസിലിംഗ് സെൻ്ററോടാണ്. അപ്പം പല സ്ഥലത്തു നിന്ന് വരുന്നുണ്ട് ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് അവരോട് ഫ്രീ കൗൺസിലിംഗ് സെൻറ്റർ. അപ്പോൾ നമുക്ക് അവരോട് സുവിശേഷം പറയാനൊരു കാരണം, ഒരാളിവിടെ വരുമ്പോൾ പലപ്പോഴും എൻ്റെ പിള്ളേരൊക്കെ ചിലപ്പം പറയാറുണ്ട്, അപ്പയുടെ കൗൺസിലിംഗ് ഒന്നും അത്ര ശരിയല്ല, ചിലരൊന്നും വന്നിട്ട് അങ്ങോട്ട് പെട്ടെന്ന് മാറുന്നില്ല എന്നൊക്കെ കഴിഞ്ഞ ദിവസം തമാശയ്ക്ക് പറയാനിടേ. നമുക്ക് എന്നെ ചെയ്യാൻ പറ്റും? അടിക്കാൻ പറ്റുമോ? ചാട്ടവാർ വെച്ച് അടിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് പഴയ സ്വഭാവമൊക്കെ എടുത്ത് പിടിച്ച് പേടിപ്പിക്കാൻ പറ്റും. മര്യാദയ്ക്ക് ജീവിച്ചോണം, അല്ലെങ്കിൽ ഇനി കുടിച്ചിട്ടുണ്ടെന്ന് നിന്നെ ശരിയാക്കും എന്നല്ലോ പറയാൻ പറ്റുമോ? കുടുംബ പ്രശ്നങ്ങളുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈഫോട് വരും, ഞാൻ ഇവിടെ പണ്ട് ഇവിടെ 2 പേര് അടി ഉണ്ടാക്കിയിട്ട് ഒരു കുട ഇവിടെ ഓടി ഞാൻ എൻ്റെ മേളിൽ ഇരിപ്പുണ്ട്. 2 പേരോട് ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കിയതാണ്. ഞാനത് അടുത്ത ആളെ കാണിക്കാൻ വേണ്ടി കുട എടുത്ത് അവിടെ മേളിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇനി ആരെങ്കിലും ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കി എന്ത് ചെയ്യും? അപ്പം നമുക്ക് ഒരു കുടുംബത്തെ ആണെങ്കിലും, അതിനൊരു ഫാമിലി പ്രോബ്ലം ആണെങ്കിലും, ഡി അഡിക്ഷൻ ആണെങ്കിലും, മാനസികമായിട്ട് ഡിപ്രസ്ഡ് ആണെങ്കിലും, ഇതിന് ആരിതിൽ സഹായിക്കണം? നമുക്ക് വചനത്തിൽ അവരെ എൻകറേജ് ചെയ്യാനേ പറ്റും. നമുക്കവർ രോഗമാണെങ്കിലും ഒരു മാനസിക ഡിപ്രഷൻ ആണെങ്കിൽ പ്രാർത്ഥിക്കാനേ പറ്റും. നമുക്ക് കൃപയോടുകൂടി ശുദ്ധീകരണത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വരാം. കാര്യം നമ്മളിൽ കൂടി ശുശ്രൂഷ നടക്കാൻ വേണ്ടി നമ്മൾ അതിന് തടസ്സമായി തീരല്ല. ദൈവത്തിൻ്റെ വിടുതലിന് വേണ്ടി നമുക്കവരോട് സുവിശേഷം പറയാം. ഫ്രീ ആയിട്ട് അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. കാര്യം ഏത് ഹിന്ദുവിനോട്, മുസ്ലിമിനോട്, കാത്തലിക്കിനോട് നമുക്ക് എന്ത് ചെയ്യാം? യേശുവിൽ കൂടെ രക്ഷയുള്ളൂ എന്ന് പറയാം. വേണേ കേട്ടാൽ മതി, വേണേ അടുത്ത സെഷൻ വന്നാൽ മതി. പക്ഷേ നമ്മൾ വന്നു കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ വന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഇന്നേ വരെ ആരെയും വിട്ടിട്ടില്ല. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് നമ്മൾ വിട്ടിട്ടുള്ളൂ. ചിലരെ പിന്നെ രണ്ടാമത് വരത്തുള്ളൂ. അത് നമ്മുടെ വിഷയമല്ല. നമ്മളിത് സുവിശേഷം പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ. അപ്പോൾ ഇത് പ്രവർത്തിക്കേണ്ടത് ആരാ? ആ പേഴ്സണാലിറ്റിക്ക് രൂപാന്തരം കൊടുക്കേണ്ടത് ആരാ? കർത്താവ്. അതാ ഇവിടെ പൗലോസും അത് 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞങ്ങൾക്കായിട്ട് വി കാൻ ഡു എനിത്തിങ്, പക്ഷേ വി നോ വി ഹാവ് ദ സഫിഷ്യൻസി ഇൻ ക്രൈസ്റ്റ്. ഇത് എന്ത് ചെയ്യാം? ഞങ്ങൾക്ക് ഈ ചെയ്യാൻ കർത്താവിൽ കൂടി ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിലും രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ കർത്താവിൽ കൂടെ ആ വചനം നിങ്ങൾ ഏറ്റെടുക്കണം. വചനം നിങ്ങളുടെ ജീവിതത്തിൽ. ഇനി ആ വചനത്തെ പറ്റിയാണ് പറയുന്നത്. 6 പ്രാപ്തരാക്കി അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിന്റെ ശുശ്രൂഷകന്മാരെ കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഇവിടെ അക്ഷരത്തിന്റെ ശുശ്രൂഷ, ആത്മാവിന്റെ ശുശ്രൂഷ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എന്തുവാ? അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണ് പഴയ നിയമം. റോമാലേഖനം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് പിന്നെ അവിടെ എഴുതി. മിനിസ്ട്രി ഓഫ് ലെറ്റേഴ്സ്, മിനിസ്ട്രി ഓഫ് സ്പിരിറ്റ്, രണ്ടും രണ്ടാണ്. ഈ എല്ലാ സഭകളിലും ആദ്യത്തെ പഴയ വിശ്വാസികളാണ് ഈ പ്രശ്നക്കാർ. നിങ്ങൾക്കറിയാം, എല്ലാ സഭയിലും അവിടുത്തെ കുറേ പഴയ, നമ്മളതിനെ പെന്തിക്കോസ് ഭാഷയിൽ താപ്പാന്മാരെന്നൊക്കെ പറയും. ഈ താപ്പാന്മാരും കമ്മിറ്റി അച്ചായന്മാരും ഒക്കെയാണ് ഈ സഭകളൊക്കെ മൂക്കുമ്പോൾ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കില്ല. അവർ കുറച്ചങ്ങോട്ട് ഇവിടെ ഒന്നും വന്ന് എല്ലാ റോമിലെ പഴയ വിശ്വാസികൾ ആരായിരിക്കും? യഹൂദന്മാരായിരിക്കും. ഈ കൊരിന്ത്യ സഭയിലെ പഴയ വിശ്വാസികൾ ആരാ? യഹൂദന്മാരാണ്. ഇവർ യെരുശലേമിൽ പീഡനം ഉണ്ടായപ്പോൾ ചിതറിപ്പോയതാണ്. ഇവർ വിശ്വാസികളായിട്ടാണ് ചിതറിപ്പോയത്. പക്ഷേ അന്ന് അഭിഷേകം പ്രാപിച്ചതാണ്. ഇവരെല്ലാവരും അന്ന് അഭിഷേകം പ്രാപിച്ചു. ആയിരക്കണക്കിന് ആൾക്കാരല്ലേ അവിടെ സ്നാനപ്പെട്ടത്. ഇവർ ചിതറിപ്പോയി. they went to different places. gathering started in their homes. അവർ ഭവനത്തിൽ കൂട്ടായ്മകളുണ്ടായി. അങ്ങനെയാണ് ഓരോ സ്ഥലത്തെ ചർച്ച. പിന്നെ ദൈവദാസന്മാർ വന്നു, പലരും വിശ്വാസി കൊണ്ടുവന്നു, സ്നാനപ്പെടുത്തി. അങ്ങനെ വന്നുകൊണ്ട് ഇവരൊക്കെ അതുകൊണ്ട് റോമിലെ സഭയോട് പറയുമ്പോൾ, നീ യഹൂദനാണെങ്കിലും നീ യവനനാണെങ്കിലും ഒരു വിശേഷത, there is nothing special even if you are a Gentile or even if you are a Jew എന്ന് പറയുവാൻ കാരണം, യഹൂദൻ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ആത്മാവിൽ അങ്ങ് ക്ഷീണിക്കുമ്പോൾ യഹൂദൻ പറയും, ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ പഴയ വിശ്വാസികളാണ്, 3-ാം തലമുറ വിശ്വാസികളാണ്, 4-ാം തലമുറ ഓൾ ബിലീവേഴ്സ്, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പറയുന്ന പോലെ കാര്യം നിങ്ങളെന്തോ കണ്ടു, നിങ്ങളിപ്പം വന്നതല്ലേ, ഞങ്ങൾ പണ്ട് തൊട്ട് പഴയ അനുഭവങ്ങൾ കണ്ടവരാ. ഈ വാചപൊടി മാത്രമേ ഉള്ളൂ. അനുഭവം
ത്തിലല്ല നിലനിൽക്കുന്നത്, കൃപയിലല്ല നിലനിൽക്കുന്നത്. അപ്പോൾ ഈ പഴയതിൻ്റെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇവിടും കുറേ കെട്ടുകൾ അങ്ങനെ ഉണ്ട്. കൊരിന്ത്യ സഭയെ, കൊരിന്തിലെ സഭയെ ക്ഷീണിപ്പിക്കുവാൻ കാരണം അതാ. ക്ഷീണിക്കുമ്പോൾ അവർ ന്യായപ്രമാണത്തിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ വചനം ഉണ്ടല്ലോ ഇവിടെ, കൊച്ചിലേ തൊട്ട് ശീലിച്ചതുണ്ടല്ലോ. യഹൂദന്മാർ, ഈ പഴയ വിശ്വാസികൾക്ക് ഈ ന്യായപ്രമാണം, പഴയ നിയമമാണ് കിടക്കുന്നത്. അപ്പോസ്തലന്മാർ പറഞ്ഞ പുതിയ നിയമ ശുശ്രൂഷ അതൊക്കെ അങ്ങ് മറന്നു പോയിട്ട് അവർ ഈ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ 6-ാമത്തെ 7-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നു, വി ആർ മിനിസ്റ്റേഴ്സ് ഓഫ് ദ ന്യൂ കവനന്റ്. ഞങ്ങൾ പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷകരല്ല, ഞങ്ങൾ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരാ എന്ന് പറഞ്ഞിട്ടാണ്. ആ പുതിയ നിയമം അത് അക്ഷരത്തിലല്ല, അതെന്തുവാ, ആത്മാവിലാണ്. എന്നിട്ട് പറയുക ഈ അക്ഷരം എന്തു മാത്രമേ ചെയ്യത്തുള്ളൂ, കൊല്ലും. പഴയ നിയമത്തിൽ അങ്ങനല്ലേ, കൊല്ലല്ല, അങ്ങോട്ട് നോക്കല്ല, വ്യഭിചാരം ചെയ്യില്ല, ഇങ്ങോട്ട് ചെയ്യില്ല, തെറ്റ് ചെയ്ത കല്ലെറിഞ്ഞ് കൊല്ലണം, കണ്ണിന് കണ്ണ്, അല്ല ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത പകരം ശത്രുവിനെ നിഗ്രഹിക്കണം. അപ്പോൾ പഴയ നിയമത്തിലൊക്കെ എടുത്തിട്ടാണ് ഈ ശത്രുവിനോട് പോരിടുന്നത് പുതിയ നിയമത്തിലെ ആൾക്കാർ പോലും. ഈ കുറേ സെറ്റ് ഓഫ് നിയമങ്ങൾ മാത്രമായി കഴിഞ്ഞാൽ ബോറിംഗ് അല്ലേ ക്രിസ്തീയ ജീവിതം, അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള ബന്ധം പോലും. അത് ചെയ്യില്ല. ഇപ്പോൾ പിള്ളേരോട് വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും പട്ടാള ചിട്ടയൊക്കെ അങ്ങോട്ട് പറഞ്ഞു, കുറേ ചിട്ട മാത്രമേ ഉള്ളെങ്കിൽ അവർ റിബലായിപ്പോവും. അവർക്ക് ആകെപ്പാടെ ഇളകിപ്പോവും. കാര്യം അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ല. പാസ്റ്റർ ഇപ്പം നാളെ തൊട്ട് വന്ന് പറയും അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിൽ എന്തുണ്ടാവും, ആത്മാവിലൊരു മാറ്റമുണ്ടാവും. വി ആർ വാക്കിംഗ് വിത്ത് ജീസസ്. ആരോടാ നടക്കുന്നത്? ഞാനൊരു അഴുക്ക് സ്വഭാവം ഉള്ളവൻ്റെ കൂടെ നടന്ന് അറിയാതെ അഴുക്ക് സ്വഭാവം എന്നിൽ വരും. പക്ഷെ ഞാൻ നടക്കുന്നത് പരിശുദ്ധൻ്റെ കൂടെ ആയതുകൊണ്ട് ഐ ആം വാക്കിംഗ് വിത്ത് ദ ഹോളി ഓഫ് ദ ഹോളീസ്. അതുകൊണ്ട് ഞാൻ പോലും അറിയാതെ എൻ്റെ പാരമ്പര്യ സ്വഭാവം മാറും, എൻ്റെ സംസാര രീതി മാറും. 3.5 വർഷം കൊണ്ട് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് വാളെടുത്ത് വെട്ടുന്ന പത്രോസിൻ്റെ പോലും വർത്താന രീതി എന്ത് ചെയ്തു? പത്രോസിൻ്റെ കണ്ടിട്ട് എന്തുവാ പറഞ്ഞത്? എൻ്റെ വർത്താനം കണ്ടാലറിയാം നീ യേശുവിനോടുള്ള, നിൻ്റെ വേഷം കണ്ടാലറിയാം. കൊച്ചു പെൺകുട്ടിക്ക് വരെ മനസ്സിലായില്ലേ, ഒരു കൊച്ചു ബാലക വന്ന് പറഞ്ഞു യേശുവിൻ്റെ ടീമിലുള്ളതാണ്. അപ്പം ആ പഴയ ആ എടുത്തിയാട്ടക്കാരൻ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് പറയുന്നവൻ്റെയൊക്കെ സ്വഭാവമൊക്കെ മാറിയെന്നേ. ചാടി അങ്ങ് വെള്ളത്തിലോട്ട് അങ്ങ് ചാടി അങ്ങ് നടക്കാൻ പോവല്ലായിരുന്നു. ഈ എടുത്തിയാട്ടം എല്ലാം മാറി. ആത്മാവിൽ അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പേ പോലും തൻ്റെ വേഷവും സംസാരത്തിനൊക്കെ ആദ്യം എന്തുണ്ടായി, തന്നെ ഓരോ ശിഷ്യന്മാരെ കണ്ടാലറിയാം ഇവർ യേശുവിൻ്റെ. അപ്പോൾ യേശുവിനോട് നടക്കുന്നവർക്ക് വരുന്ന ഒരു മാറ്റം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പഴയ നിയമം, ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ലോ, ഇറ്റ്സ് ജസ്റ്റ് ലെറ്റേഴ്സ്. അത് അക്ഷരം മാത്രം. അത് ചെയ്യല്ലേ, ഇത് ചെയ്യില്ല, അതിൻ്റെ അകത്തൊരു സന്തോഷമില്ല. അതുകൊണ്ടാണ് പഴയ നിയമ ഭക്തർ പോലും അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അവർക്കത് പാലിക്കാൻ. പക്ഷേ നമ്മൾ വിയസുള്ളാക്കിയില്ലേ പുതിയ നിയമ. ഇവിടെ നമ്മളോട് കാര്യം കർത്താവ് പറയുമ്പോൾ കർത്താവിനറിയാം, മനുഷ്യനായിട്ട് വന്ന കർത്താവിനറിയാം നമ്മളെ കൊണ്ട് പരിമിതികളുണ്ട്, നമ്മൾ മനുഷ്യരാണ്. കർത്താവ് നമുക്ക് കൃപ തരും. പിന്നെ പരിശുദ്ധാത്മാവിനെ ലോർഡ് ഹസ് പ്ലേസ്ഡ് ദ ഹോളി സ്പിരിറ്റ് വിത്തിൻ us ടു ഗൈഡ് us, ടു ലീഡ് us, ടു ഹെൽപ്പ് us. നമുക്ക് പറ്റാത്ത ഏരിയകളെല്ലാം ഒരു സഹായകനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് തന്ന് കരുതിയിട്ടാണ്, നമുക്ക് അഭിഷേകം തന്ന്, ശുശ്രൂഷകൾ തന്ന്, താലന്തുകൾ തന്നിട്ടാണ് കർത്താവ് പറയുന്നത് ഡു ദിസ് വർക്ക് ഫോർ മീ. വീണ്ടും പറ്റുന്നില്ലയോ, പിശാച് ക്ഷീണിപ്പിക്കുന്നു, ബലഹീനതകളുണ്ടോ, വീണ്ടും വെൻ വി നീൽ ഡൗൺ കർത്താവ് നമ്മളോട് സംസാരിക്കും. എങ്ങനെയാണ് നമ്മുടെ ജീവിതം ഒന്നുകൂടി സെറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ വിഷയത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ പുതിയ നിയമത്തിൽ കുറേ ചിട്ടകൾ മാത്രമല്ല. പുതിയ നിയമത്തിൽ ഒന്ന് വായിച്ച്, യെസ് 6-ാമത്തെ വാക്യം, ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി, അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിന്റെ ശുശ്രൂഷകന്മാരെ കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഈ നമ്മൾ അനുസരിക്കുന്നതിൽ ചിലർ പലപ്പോഴും പറയാറുണ്ട്, ആ പാസ്റ്റർ പറഞ്ഞുകൊണ്ടാണ് ഞാനങ്ങ് അനുസരിച്ചത്, അല്ലെങ്കിൽ പാസ്റ്ററിനോടുള്ള സ്നേഹബന്ധം കൊണ്ട്, അല്ലെങ്കിൽ കൂട്ടായ്മയുടെ നിയമം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു. ഇവിടെ കൂട്ടായ്മയ്ക്ക് ഒരു നിയമവുമില്ല. നമ്മുടെ നിയമം, എല്ലാവരുടെ നിയമം ഏതാ? ഈ നിയമമാണ് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ നിയമം, ഈ നിയമമാണ് നമ്മുടെ കൂട്ടായ്മയുടെ നിയമം, ഈ നിയമമാണ് ജാതികളോട് ഇടപെടുമ്പോഴും ദൈവമക്കളോട് ഇടപെടുമ്പോഴും ശുശ്രൂഷയിലും എല്ലാം ഉള്ള ഒരൊറ്റ നിയമമേ ഉള്ളൂ, ദൈവത്തിൻ്റെ തിരുവചനം, ദ വേർഡ് ഓഫ് ഗോഡ്, ദ ഹോളി വേർഡ് ഓഫ് ഗോഡ്. അല്ലാതെ വേറെ ഒന്നും നമുക്കില്ല. ആ നിയമം, ഈ നിയമം, ഭേദഗതികളൊന്നും അതുകൊണ്ട് അമെൻമെൻറ്റ്സ് ഒന്നും ഇല്ല. നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നിയമമല്ല ഇത്. അല്ലല്ലേ, ഇത് ആദ്യമെങ്കിലേ സ്വർഗത്തിലുള്ളതാ. ഈ വചനപ്രകാരമാണ് നമ്മളെ ദൈവം ന്യായം വിധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലോടുള്ള സ്നേഹബന്ധത്തിൽ ഒന്നും മാറിയിട്ടും കാര്യമില്ല, അത് നിലനിൽക്കത്തില്ല. നമുക്ക് കർത്താവ് സംസാരിക്കുന്നതുകൊണ്ട് ആ മാറ്റം വരുന്നത്. ആ മാറ്റത്തിൽ ഒരു സന്തോഷമുണ്ട്. നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടോ?
ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വലിയ പാടാണ്. കാര്യം ആ തീരുമാനം എടുത്താൽ നമുക്ക് നഷ്ടങ്ങളുണ്ടാവും, കഷ്ടങ്ങളുണ്ടാവും. സി വേൾഡ് വിൽ നോട്ട് അക്സെപ്റ്റ് അസ്, വേൾഡ് മൈറ്റ് റിജക്റ്റ് അസ്, ഹല്ലേലൂയ, ആസ് വി ടേക്ക് സം ഡിസിഷൻസ്. അപ്പം അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വലിയ പാടാണെങ്കിലും അത് കർത്താവ് പറഞ്ഞു, ദൈവം പറഞ്ഞു, വീണ്ടും വീണ്ടും പല പ്രാവശ്യം കർത്താവ് സംസാരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് തീരുമാനമെടുക്കുമ്പോൾ ആ മാറ്റത്തിൽ വലിയൊരു സന്തോഷമുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവിന് മുമ്പിൽ ഒരു പ്രാഗൽഭ്യമാണ്. ദൈവമേ, ആ പുതിയ തീരുമാനം കൂടി കർത്താവിന് വേണ്ടി നമ്മൾ വി ആർ ടേക്കിംഗ് ഇറ്റ് ഫോർ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ലോകം നമ്മളെ പോഷൻ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. ഐ ടുക്ക് ദിസ് ന്യൂ ഡിസിഷൻ ഫോർ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട്, അതിലൊരു ജീവനുണ്ട്, അതിലൊരു പുതുക്കമുണ്ട്. വി ആർ ബീങ് റിന്യൂഡ് ബൈ ദ സ്പിരിറ്റ്. ആത്മാവിൽ എന്തുണ്ട്? ഇതൊന്നും പഴയ നിയമ പ്രമാണത്തിനില്ല. അത് ഇറ്റ്സ് എ സെറ്റ് ഓഫ്, ഹല്ലേലൂയ, റോമാലേഖനത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇറ്റ്സ് എ സെറ്റ് ഓഫ് ലെറ്റേഴ്സ്. കുറേ സെറ്റ് ഓഫ് റൂൾസ്, കുറേ അക്ഷരങ്ങൾ, അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ മാത്രമേ ഉള്ളൂ. പുതിയ നിയമത്തിൽ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് ജീവിക്കുന്നുണ്ട്. ഇനി ഒരു വലിയൊരു മർമ്മമാണ് അടുത്ത വാക്യത്തിൽ. മോശയുടെ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകില്ലയോ? 2-3 കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അടുത്ത ആഴ്ച നമുക്ക് ഡീപ്പായിട്ട് ചിന്തിക്കാം. ഇവിടെ എഴുതിയിരിക്കുന്ന കല്ലിൽ കൊത്തിയ നിയമം അതേതാ? ആ കവനന്റ് ഏതാ? What was carved on stones, the Old Testament law, we know. ആ കല്ലിൽ കൊത്തിയ നിയമം അതൊരു മരണ ശുശ്രൂഷയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, വചനം എഴുതിയിരിക്കുക. പക്ഷെ ആത്മാവിലുള്ള ശുശ്രൂഷ, ആത്മാവിൻ്റെ അത് ജീവനിലേക്കുള്ള ശുശ്രൂഷ. എന്തുവാ കാര്യം എന്നറിയാം? 2-3 വിഷയമുണ്ട് അതിൻ്റെ അകത്ത്. ഒന്ന്, എന്നാണ് ഈ ന്യായപ്രമാണം 10 കൽപ്പന കൊടുത്തത്? വെൻ വാസ് 10 commandments given? മോശ എന്ത് ചെയ്തു? സീനായി പർവ്വതത്തിൽ പോയി കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് ഇത് പ്രാപിച്ചു. ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എക്സോഡസ് ചാപ്റ്റർ 32, 34 എഴുതിയിട്ടുണ്ട്. അതും കൊണ്ട് താഴെ വരുമ്പോൾ ഇവിടെ എന്തുവാ സീന്? ഇവരെല്ലാം കാളക്കുട്ടിയെ മോശയുടെ അത്രയും കോപിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലേ? എരിവ് കയറി മോശ എന്ത് ചെയ്തു? മോശ തല്ലി പൊട്ടിച്ച് അതങ്ങോട്ട് അരച്ചിട്ട് കുടിക്കാൻ കൊടുത്തു. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പൊക്കെ പെട്ടെന്നൊന്ന്. 32 ചാപ്റ്റർ 32, എക്സോഡസ് ചാപ്റ്റർ 32 വേഴ്സ് 19-20 ഒന്ന് ആദ്യം വായിച്ചു. 32-ന്റെ 19-20. യെസ്. അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. അവർ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടിയെ അവനെടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ചു പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. ആ കാളക്കുട്ടി അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറിയിട്ട് പറഞ്ഞു ഇസ്രായേൽ മക്കളോട് കുടിക്കാൻ പറഞ്ഞു. അതിന്റെ 27, 28, 29 വായിച്ചു. അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താന്താന്റെ സഹോദരനെയും താന്താന്റെ സ്നേഹിതനെയും താന്താന്റെ കൂട്ടുകാരനെയും കൊന്നുകളവൻ എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. അവിടെ നിൽക്കട്ടെ. ഇവിടെ എഴുതിയിരിക്കുന്ന അന്ന് എത്ര ആദ്യമായിട്ട് ഓൾഡ് ടെസ്റ്റ്മെന്റ് ലോ കിട്ടിയ ദിവസം അത് കഴിഞ്ഞ് വാളെടുത്തിട്ട് നിന്റെ സഹോദരനാണെങ്കിലും താഴെ എഴുതിയിട്ടുണ്ട് സഹോദരൻ 29-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. നീ നിന്റെ മകനും എഴുതിയിട്ടുണ്ട്. നിന്റെ മകനെ, നിന്റെ സഹോദരനെ, നിന്റെ കമ്പാനിയൻ അല്ലെ സ്നേഹിതനെ നീ കൊന്നതുകൊണ്ട്, നീ ആ വിഷയത്തിലൊരു തീരുമാനമെടുത്തത് കൊണ്ട് ദൈവം കമൻറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് 29 എഴുതിയിട്ടുണ്ട്. ഈ കാളക്കുട്ടി ആരാധിച്ചവൻ നിന്റെ കുടുംബക്കാരനാണെങ്കിലും നിന്റെ കൂട്ടുകാരനാണെങ്കിലും നിന്റെ സഹോദരനാണെങ്കിലും വെട്ടിക്കൊല്ലാൻ പറഞ്ഞു. അന്ന് എത്ര പേര് മരിച്ചു? പ്രമാണം കൊടുത്ത ദിവസം എത്ര പേര് മരിച്ചു? ഇനി പുതിയ നിയമ പ്രമാണത്തിലേക്ക് വരാം. ആദ്യത്തെ പത്രോസിന്റെ പ്രസംഗം, സുവിശേഷ പ്രസംഗം യേശുവിനെ പറ്റി, അന്ന് എത്ര പേര് സ്നാനപ്പെട്ടു? അതുകൊണ്ടാണ് ഈ വാക്യത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ കൽപ്പലകയെ കൊത്തിയെടുത്ത ശുശ്രൂഷ അത് മരണത്തിൻ്റെ ശുശ്രൂഷയാണെങ്കിൽ, പൗലോസിൻ്റെ ആഴമില്ലേ? പൗലോസ് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മനസ്സിലായത്. ഇത് പുതിയ നിയമത്തിലെ ന്യൂ ടെസ്റ്റ്മെന്റ്, ഇറ്റ് ഈസ് എ മിനിസ്ട്രി ഓഫ് ലൈഫ്. ദാറ്റ് വാസ് എ മിനിസ്ട്രി ഓഫ് ഡെത്ത്. അന്ന് 3000 പേര് മരിച്ചെങ്കിൽ ഇവിടെ 3000 പേര് എന്ത് ചെയ്തു? ഇവിടെ ജീവൻ പ്രാപിച്ചു, പുതുജീവൻ പ്രാപിച്ചു, ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർന്നു. താൻ വളരെ വ്യക്തമായിട്ട് എന്ത് പറഞ്ഞാലും കൊരിന്തിയ സഭ പുതിയ നിയമത്തിൽ നിന്നും ഉള്ള ശുശ്രൂഷ അപ്പോസ്തോലിക ഉപദേശത്തിലും ജനത്തെ സഭയെ നയിക്കാതെ അവർ ആത്മീയ ക്ഷീണത്തിൽ അവർ പഴയ നിയമത്തിൽ പോയി പഴയ ഹല്ലേലൂയ സമ്പത്തും പറഞ്ഞ് ദേശത്തിൽ മാനിക്കും വാലല്ല തലയാക്കും പറഞ്ഞുകൊണ്ടിരിക്കുക.
ഇന്ന് നമ്മുടെ സഭകളിലും പല നമ്മുടെ ഈ കൂട്ടത്തിൻ്റെ കാര്യമല്ല പറഞ്ഞ ഈ വിശ്വാസികളിൽ പറഞ്ഞ കൂട്ടത്തിലെല്ലാം ഈ ദൈവദാസന്മാർ ഈ വർഷം സാമൃദ്ധിയുടെ വർഷമാണെന്നൊക്കെ കിടന്ന് അമരണമെങ്കിൽ പുതിയ നിയമത്തിൽ നിന്ന് ബാക്കിയൊന്നും കിട്ടത്തില്ല. അപ്പോസ്തലന്മാരുടെ ജീവിതം അങ്ങനെ അല്ലായിരുന്നു. യേശുവിൻ്റെ ജീവിതം അങ്ങനെ അല്ലായിരുന്നു. പത്രോസ് പറഞ്ഞു യു ഹാവ് ടു ഫോളോ ഹിസ് ഫുട് സ്റ്റെപ്സ്. അപ്പോൾ എവിടുന്നെങ്കിൽ പിന്നെ ഈ ദേശത്ത് മാനിക്കും, ദേശത്ത് നന്മ, ഞാനും എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു പറയണമെങ്കിൽ എവിടുന്നെങ്കിലൊക്കെ ന്യായപ്രമാണത്തിന് തപ്പിയെടുത്താലേ പറ്റൂ. അന്നത്തെ പ്രമാണം അതായിരുന്നു. അതാരെയും ജീവിപ്പിച്ചില്ല, അതാരെയും നീതീകരണത്തിലേക്ക് നടത്തിയില്ല എന്ന് പറഞ്ഞാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. ലേവി ഗോത്രത്തിനെ ശുശ്രൂഷയിൽ തിരഞ്ഞെടുക്കാൻ കാരണം എന്നാണെന്നറിയാം? മകനാണേലും സഹോദരനാണെങ്കിലും, even if it is your companion എന്ന ഇംഗ്ലീഷ് ബൈബിൾ ഇട്ടേക്കുന്നത്, സ്നേഹിതനോ നിൻ്റെ കമ്പാനിയൻ ആണെങ്കിലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കാത്ത ഒരു പ്രമാണത്തിൻ്റെ കാര്യത്തിൽ എന്തില്ല, ഒരു വിട്ടുവീഴ്ചയുമില്ല. അന്ന് 3000 പേര് മരിച്ചു. ഇവിടെ പ്രമാണം കൊടുത്തപ്പോൾ 3000 പേര് ജീവിച്ചു. ഒരു കാര്യം കൂടെ ആ വാക്യത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. 7ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. മോശയുടെ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകില്ലയോ? ഇംഗ്ലീഷിൽ അത് ഒന്നുകൂടെ വ്യക്തമാണ്. ഇസ്രായേൽ could not look steadily at the face of Moses, verse 7 and last part ഞാൻ വായിക്കുന്നത്, because of the glory of his countenance, which glory was passing away എന്ന് എഴുതിയിട്ടുണ്ട്. അത് മലയാളത്തിൽ അത് എനിക്ക് ഒന്ന് അടുത്ത ഭാഗത്താന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത് POC ബൈബിളിനകത്ത് ഒന്നുകൂടെ കാണും. അല്ലെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് അത് നിങ്ങൾ എക്സോഡസ് ചാപ്റ്റർ 34 അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം 34-ാമത്തെ അധ്യായം. ഈ തേജസ് നിമിത്തം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആൾക്കാർക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് താൻ അല്ലെങ്കിൽ ഒരു വെയിലെടുത്തിട്ട് ഒരു സ്കാഫ് അല്ലെങ്കിൽ ഒരു തുണി എടുത്തിട്ട് താൻ എന്ത് ചെയ്ത് മുഖം മറച്ചു. അപ്പം നമ്മുടെ വിചാരം താൻ ഈ മുഖം മറച്ചുകൊണ്ടാണോ പിന്നെ മുഴുവൻ ജീവിച്ചത്? നോ. പഴയ നിയമത്തിലെ തേജസ് ഇവിടെ പൗലോസ് എടുത്ത് പറയുക, പഴയ നിയമത്തിലെ തേജസ് ഇറ്റ് വാസ് പാസിങ് അവേ, ഇറ്റ് ഫെയ്ഡ്, നീക്കം വരുന്നത് മലയാളത്തിൽ എഴുതിയേക്കും, ഇറ്റ് വാസ് പാസിങ് അവേ, ഇറ്റ് ഫെയ്ഡ്. ബട്ട് പുതിയ നിയമത്തിലെ തേജസ് അങ്ങനല്ല. ബൈബിളിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന പോലെ നിങ്ങളെ തേജസ്സിന്മേൽ തേജസ്, അല്ല കൃപമേൽ കൃപ, ആത്മാവിൽ ശക്തിക്ക് പുതുക്കം പ്രാപിച്ചുകൊണ്ട് കൂടുതൽ ശക്തി ലഭിച്ച ഒരു ആത്മീയ വളർച്ചയുടെ കാര്യം. പഴയ നിയമത്തിൽ മോശയുടെ മേൽ വന്ന തേജസ് പോലും ഇറ്റ് വാസ് ഫെയ്ഡിങ് അവേ, ഇറ്റ് വാസ് പാസിങ് അവേ എന്നൊക്കെ പല ട്രാൻസ്ലേഷൻ നീക്കം വരുന്നത്. ആകയാൽ എന്ന് എഴുതി. പക്ഷേ ആത്മാവിൻ്റെ ശുശ്രൂഷ അങ്ങനല്ല. 8ാമത്തെ വാക്യം വായിച്ചേ. എത്രത്തോളം അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതായി. ആത്മാവിന്റെ ശുശ്രൂഷ എത്ര അധികം, ഹൗ മച്ച് മോർ ഗ്ലോറിയസ് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഒന്നുകൂടെ ഒരു ഡിഗ്രി ഓഫ് എക്സ്പ്രഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹൗ മച്ച് മോർ ഗ്ലോറിയസ്. താൻ ദൈവം കൊടുത്തിരിക്കുന്ന എല്ലാ അല്ലെങ്കിൽ കൃപ കൊണ്ട് താനത് ജനത്തെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾ ഈ ന്യായപ്രമാണം കൊണ്ട് നിൽക്കാതെ പഴയ നിയമം നമുക്ക് വേണം. പഴയ നിയമം എന്തിനാ? യഹോവ എങ്ങനെ ഇസ്രായേലിനോട് ഇടപെട്ടത്, അതിലും നമ്മുടെ വിളിക്ക് വ്യത്യാസമുണ്ട്. 10-11 വായിച്ചാൽ ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തവരാണ്. നീക്കം വരുന്നതും തേജസ്സുള്ളതുമായിരുന്നെങ്കിൽ. പഴയ നിയമം എങ്ങനെയാണ്? നീക്കം വരുന്നതും ഒട്ടും തേജസ്സില്ലാതെ ആയിരുന്നെങ്കിൽ, നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ള. What remains is much more glorious. ഇവിടെ എല്ലാം എഴുതിയിരിക്കുക. വിളിക്ക് വ്യത്യാസമുണ്ട്. മത്തായി സുവിശേഷം 11:11 നിങ്ങൾക്ക് അറിയാമല്ലോ. പഴയ നിയമത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ദ ഗ്രേറ്റസ്റ്റ് ഈസ് യേശു കർത്താവ്. പഴയ നിയമത്തിനെയും പുതിയ നിയമത്തിനും ഇടയ്ക്കുന്നുകൊണ്ട് പറയുക, ഇതുവരെയുള്ളവൻ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആരാ? ജനിച്ചവനിൽ, സ്ത്രീകളിൽ ജനിച്ചവൻ ഏറ്റവും വലിയവൻ യോഹന്നാൻ. എന്ന് വെച്ചാൽ എബ്രഹാമിനേക്കാൾ, ഇസാക്കിനേക്കാൾ, യാക്കോബിനേക്കാൾ, യെശയ്യാവിനേക്കാൾ, യെരമ്യാവിനേക്കാൾ എല്ലാം ഏറ്റവും വലിയവൻ ആരാ? യോഹൻ. എന്നിട്ട് കർത്താവ് പറയുക, ഇനി തൊട്ട് അങ്ങോട്ട്, പുതിയ നിയമത്തിൻ്റെ പഴയ നിയമത്തിന് ഇടയ്ക്കുന്നുണ്ടാ പറയും, ഇനി തൊട്ട് അങ്ങോട്ട് എന്നിൽ കൂടെ ജനിക്കുന്നവൻ, all those who are born again. നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിക്കോട്ടെ, ഏത് സംസ്ഥാനക്കാരനായിക്കോട്ടെ, ഏത് രാജ്യക്കാരനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, പേഴ്സൺ ഹു ഇസ് ബോൺ അഗെയിൻ ത്രൂ ക്രൈസ്റ്റ്, ഹല്ലേലൂയ, അവൻ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ. അപ്പം പഴയ നിയമത്തേക്കാൾ നമ്മുടെ വിളിയുടെ ശ്രേഷ്ഠത, സ്വർഗീയ സ്ഥാനത്തിൻ്റെ ശ്രേഷ്ഠത, നമ്മൾ മാത്രമേ കർത്താവിൻ്റെ മണവാട്ടിയായി തീരത്തുള്ളൂ. ഇസ്രായേൽ കർത്താവിൻ്റെ സ്നേഹിതരായി തീരുമ്പോൾ വി ആർ ഗോയിങ് ടു ബി ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. നമ്മുടെ വിളിയുടെ ശ്രേഷ്ഠത, നമ്മുടെ അഭിഷേകത്തിൻ്റെ ശ്രേഷ്ഠത, പുതിയ നിയമ പ്രമാണത്തിൻ്റെ തന്നെ ശ്രേഷ്ഠത, ഹൗ മച്ച് മോർ ഗ്ലോറിയസ്. നമ്മുടെ പഴയ നിയമത്തിലെ ആൾക്കാർ അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, നേരിട്ട് കർത്താവിനോട് പ്രാർത്ഥനയെക്കൂടി സംസാരിക്കാൻ പറ്റാതിരിക്കുമ്പോൾ വി ക്യാൻ ടോക്ക് ടു ദ ലോർഡ് ത്രൂ പ്രേയർ. ഇല്ലേ? എനിക്ക് എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരാം, എന്തു കാര്യവും എനിക്ക് കർത്താവിനോട് പറയാം, ഒരു സ്നേഹിതനെ പോലെന്നാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അപ്പം കർത്താവുമായിട്ടുള്ള ബന്ധം ഈ ലോകത്തിലും നിത്യതയിൽ എന്തുവാ? പുതിയ നിയമ ഭക്തരോട് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ഇഫ് യു ആർ ഓവർകമേഴ്സ് യു വിൽ റെയിൻ വിത്ത് മീ. എൻ്റെ സിംഹാസനം, ഐ വിൽ മേക്ക് യു സിറ്റ് ഓൺ മൈ ത്രോൺ.
എത്ര നമ്മുടെ വിളിയുടെ ശ്രേഷ്ഠത. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നമുക്ക് ഈ ലോകക്കാരെ പോലെ ജീവിക്കാൻ പറ്റത്തില്ല. വി കാൺ വാക്ക് ഇൻ ദ വേ ഓഫ് ജെൻറ്റൈൽ. ജാതി കണ്ട ഉത്സവത്തിനും കണ്ട ഹല്ലേലൂയ കാണുന്നതിനല്ല. ഇപ്പം ലോകം അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പല കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യുന്നത്, ഇല്ലേ? അതിന് എന്ത് കാര്യമാണെങ്കിലും, അതിന് ക്രിസ്മസ് അല്ല, അതിന് ഈസ്റ്റർ അല്ല, എന്താണെങ്കിലും ഇപ്പം തിരിച്ച് വിഷയത അങ്ങോട്ടും വിഷയത ആ ഫംഗ്ഷൻ്റെ അകത്ത് ഇത് സൂര്യദേവൻ്റെ ജന്മദിനം ആയിക്കോട്ടെ, ഈ ആനൂസിൻ്റെ ആയിക്കോട്ടെ, വേറെ ആരുടെ ആയിക്കോട്ടെ, അതൊക്കെ എനിക്ക് എല്ലാവർക്കും അറിയാം. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടോ? വിശ്വാസികൾക്കൊക്കെ അറിയാം. നമ്മൾ പാലിക്കേണ്ട സെപ്പറേഷൻ്റെ ലൈനൊക്കെ നമുക്കറിയാം. അല്ലെങ്കിൽ നമ്മൾ അവരോട് ഇടപെടേണ്ട എന്നല്ല, എല്ലാ മനുഷ്യരോട് സ്നേഹിക്കുമ്പോൾ തന്നെ കർത്താവിന് സന്ധിയിൽ വരാത്തവരും വീക്കായിട്ടുള്ള വിശ്വാസികളെല്ലാം നമ്മൾ എൻകറേജ് ചെയ്യുമ്പോൾ തന്നെ വി ഹാവ് എ ലൈൻ ഓഫ് സെപ്പറേഷൻ. അവിടെ നിന്നുകൊണ്ട് തന്നെ അവരെ എൻകറേജ് ചെയ്യുവാനും നമ്മൾ അങ്ങോട്ട് ജാതികളുടെ വഴിയിലേക്ക് പോകാനല്ല, അവരെ ഇങ്ങോട്ട് ആത്മാവിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുവാനാണ് ദൈവം നമ്മുടെ മേൽ. പിശാചിനോട് പറ, എനിക്കുള്ളതൊരു പുതിയ നിയമ പ്രമാണമാണ്, എൻ്റെ മേലുള്ള അഭിഷേകം ഈസ് എ ഗ്രേറ്റർ അനോയിന്റ്മെന്റ്. നിനക്ക് ഞാൻ ആത്മാവിൽ ബലത്തോടുകൂടി ഇരിക്കുന്നിടത്തോളം കാലം യു കാൺ വിൻ ഓവർ മീ. കണ്ടീഷൻ അപ്ലൈസ് കേട്ടോ. As long as I'm being led by the Spirit, as long as I'm strong in the Spirit of God. ഞാൻ പക്ഷേ ബലഹീനനാകുമ്പോൾ എന്ത് പറ്റും? പലപ്പോഴും സാത്താൻ്റെ പദ്ധതികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വീണ് പോകും. അല്ലെങ്കിൽ നമ്മുടെ പ്രമാണത്തിൻ്റെ ശ്രേഷ്ഠത നമ്മളിവിടെ വായിച്ചില്ലേ? പഴയ നിയമപ്രമാണം കിട്ടിയ ദിവസം 3000 പേര് മരിച്ചെങ്കിൽ പുതിയ നിയമപ്രമാണം കിട്ടിയ ദിവസം ആ രക്ഷയുടെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം പ്രസംഗിച്ചു 3000 പേര് കർത്താവിൻ്റെ രാജ്യത്തോട് ചേർന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഞാൻ ചിലർ പറയും ഞാനൊരു 1000 വട്ടം പുസ്തകം ബൈബിൾ വായിച്ചാൽ 1000 അല്ല, നീ 1,00,000 പ്രാവശ്യം എത്ര ബൈബിൾ റീഡിംഗ് പ്ലാൻസ് വെച്ച് ബൈബിൾ വായിച്ചിട്ടും കാര്യമില്ല. യു ഹാവ് ടു റീഡ് ഇറ്റ് ഇൻ ദ സ്പിരിറ്റ്. യു ഹാവ് ടു അനലൈസ്. ഒത്തിരി ബുക്ക് സ്റ്റഡി അല്ലെങ്കിൽ ഡിവൈഡ് ആൻഡ് സ്റ്റഡി തിയോളജിയൻസിന് ഒത്തിരി പുതിയ ടെക്നിക്സ് വേറെയും ഉണ്ട്. ചില ടെക്നിക്സ് ഒക്കെ കേട്ടിട്ട് ഞാൻ തന്നെ ഞെട്ടി. കഴിഞ്ഞ ദിവസം ഞാൻ ഹല്ലേലൂയ ഒരാൾ ഷെയർ ചെയ്യുമായിരുന്നു എന്നോട്. അപ്പോൾ ഒത്തിരി ബുദ്ധി അനുസരിച്ച് നമുക്കിങ്ങനെ വചനം ഇങ്ങനെ ഇത് ജ്ഞാനത്തിൽ അനലൈസ് ചെയ്യാൻ ഇത് സയൻസ് അല്ല മക്കളെ. ഹല്ലേലൂയ അപ്പോളജിറ്റിക്സെന്നോ തിയോളജിന്നോ അല്ലെങ്കിൽ അതിന് ഓരോ ഹല്ലേലൂയ ഫീൽഡൊക്കെ പേരൊക്കെ പുന്നാര പേരുകളൊക്കെ കൊടുത്ത് ആൾക്കാർ അതിനെ ഓരോ ഫീൽഡ് ഓഫ് സയൻസ് ആക്കുമ്പോൾ ഇതിലൊരു മാസ്റ്റേഴ്സും നേടാൻ ആർക്കും പറ്റത്തില്ല, ഇതിലൊരു PhD മാരും നേടിയിട്ട് കാര്യമില്ല. അത് വെറും ഒരു പേപ്പർ കഷ്ണമാണ്. ഇത് കർത്താവ് വെളിപ്പെടുത്തണം. ദ മിസ്റ്ററീസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. അത് മാത്രമേ നിങ്ങളെ ജീവിപ്പിക്കത്തുള്ളൂ. അങ്ങനെ ഈ ദിവസങ്ങൾ വചനം നിങ്ങളെ ആഴത്തിൽ ജീവിക്കുവാൻ ഇടയായി തീരട്ടെ. വചനത്താൽ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ.